أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 154-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ അനുകൂലമായി സാക്ഷിയാക്കുന്നവരിൽ സാധുക്കളായ നമ്മയും നമ്മുടെ ബന്ധുക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, കൂട്ടുകാർ, കുടുംബക്കാർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനു നിമിത്തമാകുന്ന സംരംഭമായി തദ്രീബ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. റമദാൻ ആദ്യ 10 നമ്മോട് വിട പറയാനിരിക്കുകയാണ്. അള്ളാഹുവിനോട് കാരുണ്യം കൂടുതൽ കൂടുതൽ ചോദിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വാരിക്കൂട്ടാനുള്ള സമയമാണ് ഇത്. അടുത്ത 10ലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. കോമണായി എപ്പോഴും ചൊല്ലാവുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ആ ദിക്ർ എത്ര പേര് നിസ്കാരത്തിൻ്റെ ശേഷമല്ലാതെ ആ ദിക്ർ ചൊല്ലാനായി സമയം മാറ്റി വച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഇപ്പോൾ ഒന്നാലോചിച്ചാൽ 1-ാം 10 കഴിയും മുമ്പ് നമുക്കൊരു ആശ്വാസം കിട്ടും. കാരണം 2-ാം 10ഉം 3-ാം 10ഉം വരുന്നുണ്ടല്ലോ എന്ന്. അവിടെ തന്നെയെങ്കിലും കൂടുതൽ ചൊല്ലാമല്ലോ എന്ന്. കഴിഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ പറയില്ലേ, പോയ ബസ്സിന് കൈ കാണിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് എന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാനും നിങ്ങളും എത്ര വർദ്ധിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വർദ്ധിപ്പിക്കാനാണ്. അല്ലാഹ് തൗഫീഖ് നൽകണേ. അല്ലാഹ് അതിനൊക്കെ എല്ലാ അഅ്മാലു സ്വാലിഹാത്തിനും നിമിത്തമാകുന്ന ഒരു സംരംഭമായിട്ട്, ഒരു സബബായിട്ട് തദ്രീബ് എല്ലാ ദിവസവും രാവിലെ 1/2 മണിക്കൂർ നമുക്കുണ്ട്. അത് വൃത്തിയായി നല്ല നിയ്യത്തോടു കൂടി കേട്ടു നോക്കൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവസരം തരും, അല്ലാഹു തൗഫീഖ് തരും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സൂറത്തുൽ ഹജ്ജ് അല്ലേ, ഹജ്ജ് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലൊക്കെ വല്ലാത്ത കുളിർമയാണ്, തണുപ്പാണ്. കാരണം ഹജ്ജ് ചെയ്തവർക്ക് പടച്ചവനെ ആ ഓർമ്മകൾ, ചെയ്യാത്തവർക്ക് പടച്ചവനെ അതിനെനിക്ക് തൗഫീഖ് തരും അല്ലേ. അങ്ങനെ നല്ല പ്രാർത്ഥനകൾ, അതിനൊക്കെ ദുആ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമല്ലേ റമദാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹജ്ജ് എന്ന് പറയുന്നത്, ഉംറ എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു വലിയ പുണ്യമുള്ള ഇബാദത്താണ്. ഇസ്ലാം കാര്യം 5 അല്ലേ, അവകൾ അറിയൽ ഫർദാണ്. അങ്ങനെ അവസാനം എന്താ പറഞ്ഞത്? 5-ാമത്തേത് ഹജ്ജാണ് എന്നാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ തൂണുകളിലെ ഒന്നാണ് ഹജ്ജ് എന്നത്. മക്കയിലെത്താൻ, മദീനയിലെത്താൻ അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് തവണ നീ തൗഫീഖ് നൽകണേ. അള്ളാഹ് നീ സ്വീകരിക്കുന്ന വിധത്തിൽ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ഹജ്ജിന് പോയവർക്ക് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. കണ്ടവർക്കല്ലേ പിന്നെയും പിന്നെയും കാണാൻ പൂതിയാവൂ എന്ന് പറഞ്ഞതുപോലെ ചെയ്തവർക്ക് വീണ്ടും വീണ്ടും പോവാൻ അങ്ങോട്ട്. കാരണം അത് ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു വികാരമാണ് മക്ക, മദീന എന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഏതായാലും ആ പേരിൽ തന്നെ സൂറത്തുണ്ട്. ആ സൂറത്ത് നമുക്ക് തുടങ്ങാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. Okay. يا أيها الناس اتقوا ربكم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരെ, ലോകരെ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യണം കേട്ടോ. കാരണം ലോകാവസാനം വരുന്നുണ്ട്. അങ്ങനെ ഒരു നാളുണ്ട്, ഉറപ്പാണ്. അത് കഠിനമാണ്, അത് ഭയങ്കരമാണ്. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. എന്താണ് അവിടുത്തെ ഒരു രംഗം? അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ലോകാവസാനത്തിന്റെ ആ ഭീകരത, സുബ്ഹാനല്ലാഹ്, നമുക്ക് വാക്കർത്ഥം എന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം അല്ലേ? കുട്ടികൾക്ക് അമ്മിഞ്ഞ കൊടുക്കുന്ന ഉമ്മമാർ അല്ലെ, പാല് കൊടുക്കുന്ന ഉമ്മമാർ, അതൊക്കെ മറക്കും. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഗർഭമുള്ള സ്ത്രീകൾ അവർ പ്രസവിക്കും, അറിയില്ല. കാരണം അത്രയും ഭയാനകം. പ്രസവവേദനയോ, എന്ത് പ്രസവവേദന, എന്ത് പ്രയാസം, അതിനേക്കാൾ വലിയ പ്രയാസം ഉണ്ടാവുമ്പോൾ പിന്നെ എന്ത് ഇത്? ഇതിങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. ഇത് വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ ഈ ആയത്ത് തന്നെ അതിന്റെ തഫ്സീർ വെച്ച് പറയുമ്പോൾ ദിവസങ്ങൾ പറയാനുണ്ട്. ജനങ്ങളൊക്കെ ഒരു ഹാലില് അല്ലേ, പിടുത്തം വിട്ട കോലം, ഒന്നും പറയാൻ കഴിയില്ല. അതാണ് അവസ്ഥ. വമാഹും ബിസുകാറ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ഇത് പറയാൻ കഴിയില്ല. അവസാനം ഇങ്ങനെ പറയാ, വലാകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിൻ്റെ അദാബ് എന്ന് പറയുന്നത് ഇത് ശദീദാണ്, അത് അതിശക്തമാണ്. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. Okay? ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. يا أيها الناس إن كنتم في ريب من البعث
فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. നല്ലോണം ശ്രദ്ധിക്കാനും ഒരുപാട് അത്ഭുതങ്ങൾ 1500 കൊല്ലം മുമ്പ് 1500 കൊല്ലം മുമ്പ് അല്ലേ, ഒരു പാരസെറ്റമോൾ പോലും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു സ്റ്റെതസ്കോപ്പ് പോലും കണ്ടുപിടിച്ചിട്ടില്ല, MRI CT സ്കാൻ അതൊന്നുമില്ല. ആ കാലത്ത് മനുഷ്യന്റെ ജനനം, മനുഷ്യന്റെ ഗർഭാവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കഴിയുന്നവരൊക്കെ ഈ ആയത്തിൻ്റെ ആശയങ്ങളൊക്കെ പഠിക്കണം കേട്ടോ, പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ ആശയങ്ങളിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ മനസ്സിലാവും ഇതൊരു മനുഷ്യന് സ്വയം പറയാൻ കഴിയുന്ന വാചകങ്ങളല്ല. ആ മനുഷ്യനെ പടച്ചവന്റെ വാക്കാണ്, പടപ്പിൻ്റെ വാക്കല്ല അല്ലേ. ആ പടച്ചവന് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ കൃത്യമായി എന്തെല്ലാമാ നടക്കുന്നത് എന്നത്. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅ്സ്. വിഷയം എന്താ? അന്ത്യനാളോ, മരിച്ചതിന് ശേഷം മനുഷ്യനെ മണ്ണിലേക്ക് ചേർത്തിട്ട് ഒരു വിഭാഗം ആളുകൾ മനുഷ്യനെ കത്തിച്ച് വെണ്ണീരാക്കി, വേറെ ചില ആളുകൾ പുഴയിലൊഴുക്കി, പല വിധത്തിലും അല്ലേ മരണത്തിന് ശേഷം. എന്നിട്ട് അതങ്ങനെ നശിച്ച് ഇല്ലാതായി ദ്രവിച്ച് പോകുന്നു. എന്നിട്ട് രണ്ടാമത് അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പുനർജനിപ്പിക്കാൻ അതെങ്ങനെ റബ്ബിന് കഴിയും? അത് നടക്കുമോ എന്ന സംശയമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. എന്നാലേ ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്, അതൊക്കെ റബ്ബിന് വളരെ ഈസിയാണ്. ഒരു ഇല്ലായ്മയിൽ നിന്ന്, മനസ്സിലാവണം, ഇല്ലായ്മയിൽ നിന്ന്, നിങ്ങളൊന്നും ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു, മനസ്സിലായല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു മനുഷ്യനാക്കി പടച്ച് നിങ്ങളെ നിശ്ചിത കാലം ഭൂമിയിൽ ജീവിപ്പിച്ച് തൽക്കാലം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യാൻ കഴിയില്ല എന്നോ നിങ്ങളെ ആര് പറഞ്ഞു? ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവനല്ലേ ഞാൻ. എന്നിട്ട് ഉണ്ടായിരുന്ന നിങ്ങളെ ഒരു കോലം മാറ്റിയിട്ട് കുറച്ച് കാലം അതിനുശേഷം ആ പഴയ കോലത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല എന്നോ? ആ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ വിശദമായിട്ട് റബ്ബ് പറയാ. فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم. അങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഞാൻ അല്ലേ ബീജവും അണ്ഡവും കൂടി സംയോജിപ്പിച്ച് സിക്താണ്ഡം രൂപപ്പെടുത്തിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് രക്തത്തുള്ളി, ഒരു മാംസക്കഷ്ണം, പിന്നെ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞ് അല്ലേ
ഒരു മനുഷ്യ രൂപത്തിലാക്കി വന്ന് നിശ്ചിത കാലയളവ് വളരെ സേഫായിട്ട്, വളരെ സുരക്ഷിതമായിട്ട് മാതാവിൻ്റെ ഗർഭാശയത്തിൽ താമസിപ്പിച്ച് സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് വരാനുള്ള പെർമിഷൻ തന്ന്, ഇതിനൊക്കെ കഴിയുന്ന പടച്ചോനാണോ പിന്നെ ഉണ്ടായിരുന്ന നിങ്ങളെ രണ്ടാമതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കണം നിങ്ങൾ? وَنُقِرُّ فِي الْأَرْحَامِ مَا نَشَاءُ إِلَى أَجَلٍ مُّسَمًّى, നിശ്ചിത പീരീഡ് അവിടെ ഉണ്ടാവും. ثُمَّ نُخْرِجُكُمْ طِفْلًا, അല്ലേ? ثُمَّ لِتَبْلُغُوا أَشُدَّكُمْ وَمِنكُم مَّن يُتَوَفَّى وَمِنكُم مَّن يُرَدُّ إِلَى أَرْذَلِ الْعُمُرِ. ചില ആളുകളെ പെട്ടെന്ന് തന്നെ അള്ളാഹു തിരിച്ചു വിളിക്കും, ചെറുപ്പത്തിൽ തന്നെ, കുട്ടിയാകുമ്പോൾ തന്നെ, ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ, അല്ലേ? ചില ആളുകൾക്ക് സമയം കുറേ കൊടുക്കും, അല്ലേ? കുറേ വയസ്സ് കൊടുക്കും. അതൊക്കെ റബ്ബിന്റെ പ്ലാനിങ് ആണ്. അതൊക്കെ റബ്ബ് ചെയ്യുന്നതാ. അങ്ങനെയൊക്കെ ഉണ്ടാവും. لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. അല്ലാഹ് വിശദീകരിക്കാൻ എന്നാലേ ഒരുപാട് പറയാനുണ്ടാവും. അതുകൊണ്ട് ഈ ആയത്ത്, ഈ ലാസ്റ്റ് ഭാഗത്തൊക്കെ നോക്കി, فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ശ്രദ്ധിച്ചോളണം കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. ذلك بأن الله هو الحق وأنه يحيي الموتى. അവിടെ യുഹ്യി ശരിക്കും ശ്രദ്ധിക്കണം. യുഹ് ആവരുത്, കസ്റുള്ള ശരിക്കും കേൾക്കണം. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ ഖദീർ എന്നിടത്തൊക്കെ പിന്നെ വരാൻ പോകുന്നത് മുനീർ തർഖീഖാണ് വേണ്ടത്. വഅന്ന الساعة آتية لا ريب فيها. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ പറഞ്ഞിട്ടുണ്ട്, എന്ത് സാഅത്ത് എന്നത് മദ് അസ്ലി മാത്രമുള്ള പദമാണ്. വഅന്ന സാഅത വേണ്ടാന്ന് അല്ലേ. വഅന്ന الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأن الله يبعث من في القبور ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. അങ്ങനെ ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. ثاني عطفه അങ്ങനെ ثاني عطفه ليضل عن سبيل الله له في الدنيا خزي له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق ونذيقه يوم القيامة عذاب الحريق ذلك بما قدمت يداك ذلك بما قدمت يداك وأن الله ليس بظلام للعبيد وأن الله ليس بظلام للعبيد
ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. Okay. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به എങ്ങനെ ഓതണം خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة. ഇവിടെ وإن أصابته فتنة انقلب എല്ലാവരും ശരിക്കും നോക്കിയേ وإن أصابته فتنة അസാബത്ഹു എന്നുള്ള ഹു അസാബത്ഹു എന്ന് അസ്ലിയായ മദ്ദ് കൊടുക്കൂല, നീട്ടൂല. ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ അദ്ദുനിയ വൽ ആഖിറഹ ذلك هو الخسران المبين. يعني ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه. يدعو من دون الله ما لا يضره وما لا ينفعه. നല്ലോണം ശ്രദ്ധിക്കണേ. ذلك هو الضلال البعيد. ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه. ഓക്കെ, يدعو لمن ضره. ഇവിടെ നൂനിന് ശേഷം വാദാണ് എന്നതുകൊണ്ട് എന്ത് വേണം? ഇഖ്ഫ. എങ്ങനെ? വിത്ത് തഫ്ഖീം. ഏതിന്റെ തഫ്ഖീം? നൂനിനെ. കാരണം ശേഷം വാദ്. ലബിഅ്സൽ മൗല വലബിഅ്സൽ അശീർ. എങ്ങനെ? ലബിഅ്സൽ മൗല വലബിഅ്സൽ അശീർ. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. ഓക്കെ, അങ്ങനെ إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار. اللهم اجعلنا من أهل الجنة. إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا
إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. ഇവിടെ തിലാവത്തിന്റെ സുജൂദുള്ള സ്ഥലമാണ്. ഈ സൂറത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. തിലാവത്തിന്റെ സുജൂദ് 2 വരുന്ന സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. ഒന്നിപ്പോൾ വന്നു, വേറൊരു സൂറത്തിലും 2 ഇല്ല. ഓക്കെ, നോക്കാം. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد إن الله على كل شيء شهيد ألم تر أن الله يسجد له من في السماوات ومن في الأرض يعني ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس والدواب مد اللازم عند مركندا وكثير حق عليه العذاب ومن يهن الله فما له من مكرم ومن يهن الله അവിടെ അള്ളാഹുവിനെ തർക്കീക്കാക്കണം കേട്ടോ. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. കുറച്ചുകൂടെ هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير وهدوا إلى الطيب من القول وهدوا إلى صراط الحميد إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم صدق الله العظيم. Okay,
ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. ഇതൊക്കെ ശരിക്കണം. ഖസ്മാനി, ഖസ്മോനി ആകാൻ പാടില്ല. ഇഖ്തസോ ആവണം, പക്ഷെ തോ ആവരുത്. ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. ശ്രദ്ധിച്ചില്ലേ? ഫല്ലദീന കഫറൂ കഴിഞ്ഞിട്ട് നോക്കി. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം വലഹും മഖാമിഉ മിൻ ഹദീദ് കുല്ലമാ അറാദൂ അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ വദൂഖൂ അദാബൽ ഹരീഖ് اللهم إنا نعوذ بك من عذاب جهنم. അല്ലാഹുവേ നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. اللهم اجعلنا من أهل الجنة. സ്വർഗ്ഗം അങ്ങനെയാണ് അല്ലേ? وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. ഇനെ നീടൂല, ശ്രദ്ധിക്കണം. മിൻ അദാബി ആവരുത്, അദാബിൻ അലീം ആവരുത്. മിൻ അദാബിൻ അലീം. സദഖല്ലാഹുൽ അസീം. അല്ലാഹുവേ ഖബൂലാക്കുക അല്ലാഹ്, സ്വീകരിക്കുക അല്ലാഹ്, ദോഷങ്ങൾ പൊറുക്കുക അല്ലാഹ്. മക്കയിലെത്താൻ നീ സ്വീകരിക്കുന്ന വിധം ഹജ്ജും ഉംറയും മദീനയിലെത്തി സിയാറത്തിനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി കേട്ട് മക്കയിലെത്തി ഹജ്ജ് ചെയ്യുന്നവരുണ്ട്, ഉംറ ചെയ്യുന്നവരുണ്ട്, മുത്തുനബി വിളിച്ച് മദീനയിലെത്തുന്നവരുണ്ട്. അല്ലാഹുവേ ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിശുദ്ധ റമദാനിൽ ഞങ്ങൾ ഈ ഖുർആനിന് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഈ മജ്ലിസിന്റെ ഈ തദ്രീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്, സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, സാദാത്യങ്ങൾ, ഞങ്ങളെ പ്രവർത്തകരോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.